ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് നമുക്ക് കുറച്ച് പുഴഞ്ഞണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവനെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് നല്ലൊരു അടിപൊളി കറി തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിൻ്റെ കാല് നമ്മൾ ഒടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ അടുത്തത് ആ ചെറിയ ചെറിയ കാലുകളില്ലേ, അതൊക്കെ നമ്മൾ ഒടിച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെല്ലാ ഞണ്ടിൻ്റെയും കാലുകളാണ് ഫസ്റ്റ് തന്നെ ഒടിച്ച് മാറ്റുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഞണ്ട് ചത്തട്ടില്ല കേട്ടോ, അവന് നല്ല ജീവനുണ്ട്. ഇവനെ നമ്മൾ സേഫായിട്ട് എടുക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇവന് കിറുക്കാൻ ചാൻസ് ഉണ്ട്. ഇതിനെ നമ്മൾ നന്നായിട്ട് ഉരച്ച് ഇതിന് മേലുള്ള ചെളിയും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇത് ബ്രഷോ കാര്യങ്ങളോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് നീറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിതിനെ ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഞണ്ടിനെ നമ്മൾ നന്നായിട്ട് ക്ലീൻ ചെയ്താണ് മേലുള്ള എല്ലാ അഴുക്കുകളും കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഷെല്ല് പോലെ ഇരിക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ ഓപ്പൺ ആക്കി എടുക്കണം കേട്ടോ. നല്ല പൊന്നുള്ള ഞണ്ടാണ് കേട്ടോ, ചെയ്യാൻ കിട്ടില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മളിപ്പോൾ കാണിച്ചു തരാൻ കളയിട്ടത് ഇതാ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഒരു സവോളയുടെ ടൈപ്പായിട്ടിരിക്കുന്നൊരു സംഭവമുണ്ട്, അതൊക്കെ നമ്മൾ കളയേണ്ട സാധനമാണ് കേട്ടോ. പിന്നെ ഈ ബാക്കിലുള്ള ഈ സംഭവമൊക്കെ നമ്മൾ പൊളിച്ച് കളയുക, നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. പിന്നെ ആ ഒരു മഞ്ഞ കളറിൽ കാണുന്നത് ഞണ്ടിൻ്റെ പൊന്നാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണത്. ഇങ്ങനെ നമുക്ക് ഉള്ള എല്ലാ ഞണ്ടിനെയും നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുൾ ഞണ്ടിനെയും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഓറഞ്ച് കളറിൽ കാണുന്നതിൻ്റെ പൊന്നാണ് കേട്ടോ, നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. നന്നായിട്ട് ക്ലീൻ ആക്കി നമ്മൾ ഈ ഒരു മൺചട്ടിയിലാണ് ഇന്ന് കുക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ഞണ്ടിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഒരു വലിയ സവാള, ഇത്രയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നല്ല ചെറുതായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കാം കേട്ടോ. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള, ഇഞ്ചി, വെളുത്തുള്ളി, മുളക് എല്ലാം നമ്മൾ ഈ ഒരു ഞണ്ടിൻ്റെ ഉള്ളിലേക്ക് ഇട്ടേക്കുവാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്രയുമാണ് നമ്മൾ പൊടികളായിട്ട് ചേർത്തിട്ടുള്ളത്. പിന്നെ ചെറുതായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഒരു ഫ്ലേവറിന് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയുമാണ് ഇതിൻ്റെ മസാലക്കൂട്ട്. അപ്പോൾ നമ്മൾ എല്ലാ ഐറ്റംസും ചേർത്തിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. എല്ലാം ഒരു കൈക്കണക്കിലാണ് നമ്മൾ ഇടുന്നത്. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി ചേർത്തിട്ട് നമ്മളിത് അടുപ്പിലേക്ക് വെക്കാനായിട്ട് പോവാം കേട്ടോ. കുറച്ച് വെള്ളം വെച്ചാൽ മതി, കാരണം ഞണ്ടിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം നമുക്ക് കിട്ടും. കുറച്ച് വെള്ളത്തിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇൻഗ്രീഡിയൻസും ചേർത്തതിന് ശേഷമാണ് ഇത് കുക്ക് ചെയ്യാനായിട്ട് ഗ്യാസിലോട്ട് വെക്കുന്നത്. എല്ലാം ചേർത്തതിന് ശേഷം നമ്മൾ ഗ്യാസിൽ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് വെന്ത് വരണം കേട്ടോ. പിന്നെ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യാമേ. കറി ഇവിടെ പകുതി കുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ആവാനുണ്ട്. അപ്പോൾ അതാ നമ്മുടെ ഞണ്ട് കറി ഇവിടെ റെഡി ആയിരിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും നന്നായിട്ട് വറ്റിക്കഴിഞ്ഞ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇതിന് മുകളിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കുമ്പളങ്ങിയിൽ, എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് കഴിക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ബൈ.